വിവാഹം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അത് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമാണ്. സമ്പത്തുണ്ടാക്കണമെങ്കിൽ ജോലിക്ക് പോകണം, സമ്പത്തുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്തേക്ക് പോകണം, മറ്റു തൊഴിലുകളിലേക്ക് ഇറങ്ങണം. സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമല്ല വിവാഹം. കല്യാണം കഴിക്കുമ്പോ പെണ്ണിന് ശരീരം കാണാത്തത്രയും സ്വർണം നിറച്ച് വെക്കണം എന്നതാണ് നാട്ടിലൊരു ധാരണ. ആരാണ് വിവാഹത്തിനും സ്വർണത്തിനും ഇങ്ങനെ ഒരു പ്രാധാന്യം നൽകിയത്? എന്തു ബന്ധമാണ് അതിനുള്ളത്? സ്ത്രീധനം വാങ്ങുക എന്ന ഒരു സിസ്റ്റം പ്രത്യക്ഷത്തിൽ പോയി എന്ന് പറയാം, എന്നാൽ പരോക്ഷമായി നടക്കുന്നു. 6 പവൻ മഹർ പറഞ്ഞാൽ 60 പവൻ സ്വർണ്ണം അവിടുന്ന് കിട്ടണം എന്നാണ്. നിക്കാഹിന് മുമ്പ് തന്നെ കാരണവന്മാരുള്ള ചർച്ചയിൽ പറയുക, ഞങ്ങൾ 10 പവൻ മഹർ അങ്ങോട്ട് തരും. അതിന്റെ അർത്ഥം 100 പവൻ അവിടുന്ന് സ്വർണ്ണം അങ്ങോട്ട് കിട്ടണം. എന്നിട്ട് വിളിച്ചു ചോദിക്കാണ്, അല്ല അവിടെ സ്വർണ്ണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്ത്രീധനൊന്നും തരുന്നില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. സഹോദരന്മാരെ, എന്ത് അർത്ഥത്തിലാണ് മുസ്ലിം സമൂഹം ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ പിറകെ, സമ്പത്തിന്റെ പിറകെ? നമുക്ക് വാർദ്ധക്യത്തിലെത്തിയാൽ, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, കയ്യിനോ കാലിനോ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 2 പേര് മാത്രമാണ് നമ്മളെ പരിചരിക്കാനെത്തുക. ഒന്ന് ഉമ്മ, 2 നമ്മുടെ ഇണ. ഉമ്മ ഞാനത് ചെയ്തോളാം, ഉമ്മ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിൽ പോലും നമ്മുടെ കൂടെ കഴിയേണ്ട ഇണയെ കച്ചവടച്ചന്തയിൽ വില പറഞ്ഞു വാങ്ങുന്ന രൂപത്തിൽ ലേലം ചെയ്തെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു?